നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛനെയും അമ്മയെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ, അതിനുശേഷം ആ മകൻ പറയുന്ന കാരണങ്ങളാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. ഞാൻ ആദ്യം അമ്മയെ കൊന്നു, പിന്നാലെ അപ്പനെയും. അവരെ ഞാൻ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. നാടിനെ ആകെ നടുക്കിയ ഇടുക്കി എഴുകുംവയലിലെ ഇരട്ട കൊലപാതകത്തിൽ പ്രതിയായ അജീഷ് ആന്റണി എന്ന ക്രൂരനായ മകൻ തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞ വാക്കുകളാണിത്. ഒരു തരത്തിലുള്ള കുറ്റബോധമോ വേദനയോ ഒന്നും തന്നെ അജീഷ് ആന്റണിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. കട്ടപ്പനയിൽ ആന്റണിയെയും ഭാര്യ വത്സമ്മയെയും സ്വന്തം മകൻ വെട്ടിക്കൊന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന ഫോളോ അപ്പ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിർവികാരനായി താൻ ചെയ്തത് എന്തോ വലിയ കാര്യമാണെന്ന മട്ടിലാണ് തെളിവെടുപ്പിനിടെ ഇയാൾ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്നലെ ഉച്ചയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ മാറ്റിയതിന് പിന്നാലെയാണ് പോലീസ് പ്രതിയുമായി എഴുകുംവയലിലെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിയത്. വീട്ടിൽ കയറിയപ്പോൾ തന്നെ അകത്തെ മുറിയിലുണ്ടായിരുന്ന ആന്റണിയുടെ മാതാവ് ചിന്നമ്മ എവിടെയെന്നായിരുന്നു അജീഷിന്റെ ചോദ്യം. വല്യമ്മയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം എന്നെ കേസിൽപ്പെടുത്താൻ ആളുകൾ ഒപ്പിക്കുന്ന പണിയാണ് എന്നായിരുന്നു ആ ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും ഇയാളുടെ പറച്ചിൽ. കൊലപാതകം നടത്തിയ ശേഷം ചോരയിൽ കുളിച്ച മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ സ്വയം ഫോണിൽ പകർത്തി എഴുകുംവയൽ പള്ളിയിലെ മുൻ വൈദികനാണ് ഇയാൾ ആദ്യം അയച്ചു കൊടുത്തത്. ചിത്രം കണ്ട് ഞെട്ടിയ വൈദികൻ ഉടൻ തന്നെ നിലവിലെ പള്ളി വികാരിയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വികാരിയും പള്ളി കൈക്കാരന്മാരും പോലീസിനെ വിവരമറിയിച്ച് സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി. തങ്ങൾ ചെല്ലുമ്പോൾ വീടിന്റെ പടിയിൽ കൊന്തയും ഉരുട്ടി ശാന്തനായി ഇരിക്കുകയായിരുന്നു പ്രതിയെന്ന് സമീപവാസിയായ ടോമി പറയുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ അവരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അയച്ചു എന്നായിരുന്നു ഇയാൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അകത്തെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികയായ വല്യമ്മ ചിന്നമ്മയെ ഇയാൾ ഉപദ്രവിച്ചിരുന്നില്ല. തൊട്ടടുത്ത് ഉരുൾപൊട്ടിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് മകന്റെയും മരുമകളുടെയും മൃതദേഹങ്ങൾ കാണിക്കാതെ ചിന്നമ്മയെ പോലീസ് മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയത്. ലഹരിക്ക് അടിമയായിരുന്ന അജീഷിനെ മുമ്പ് ഡി അഡിക്ഷൻ സെന്ററിൽ മാറ്റിയിരുന്നു. അന്നു മുതലേ മാതാപിതാക്കളോട് ഇയാൾക്ക് കടുത്ത വിരോധവും ഉണ്ടായിരുന്നു. കട്ടപ്പനയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ ഓൺലൈൻ ലോൺ ആപ്പുകളിൽ നിന്നും മറ്റും വലിയ തുക കടമെടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇയാൾ കടുത്ത അസ്വസ്ഥതയിലായിരുന്നു. സംഭവം നടന്ന ദിവസവും രാവിലെ ഇയാൾ അമ്മയോട് പണം ചോദിച്ചിരുന്നു. എന്നാൽ ഇയാൾ UPI വഴി പണം തട്ടിയെടുക്കാതിരിക്കാൻ അമ്മ വത്സമ്മ ഫോൺ ഒളിപ്പിച്ചു വെച്ചു. ഇതോടെയാണ് അജീഷ് നിയന്ത്രണം വിട്ട് അക്രമകാരിയായത്. ആന്റണിയും വത്സമ്മയും പറമ്പിൽ പണിയെടുക്കുന്നതിനിടെ ഇയാൾ വീണ്ടും പണത്തിനായി വഴക്കുണ്ടാക്കുകയും ഭ്രാന്തമായ ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തു. തുടർന്നായിരുന്നു ദാരുണമായ ഈ വെട്ടിക്കൊല. കൊലപാതക സമയത്ത് പ്രദേശത്ത് കനത്ത മഴയായിരുന്നതിനാൽ അയൽവാസികൾ ആരും നിലവിളി ശബ്ദം കേട്ടിരുന്നില്ല. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും മകൻ അജീഷിനെ പുതിയൊരു വീട് വെച്ച് നൽകുന്നതിനെ കുറിച്ചാണ് അമ്മ വത്സമ്മ കൂടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളോടും പറഞ്ഞിരുന്നത്. വിദേശത്തുള്ള മൂത്ത മകൻ നിതിൻ അടുത്തിടെ പുതിയ വീട് സ്വന്തമാക്കിയിരുന്നു. അജീഷ് ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെങ്കിലും മാതാപിതാക്കൾ ഇയാളെക്കുറിച്ച് പുറത്ത് ആരോടും മോശമായി സംസാരിച്ചിരുന്നില്ല. മുറിക്കിൽ ഒതുങ്ങിയിരുന്ന അജീഷ് ഒടുവിൽ സ്വന്തം മാതാപിതാക്കളുടെ ജീവൻ എടുക്കുന്ന ഘാതകനായി മാറുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി വരികയാണ്. നിലവിൽ ഇയാൾ തന്നെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്.